തിരുവനന്തപുരത്ത് 11 വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായി. അമ്മയുടെ സഹായത്തോടെയാണ് പീഡനത്തിന് ഇരയായതെന്ന് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. അമ്മയുടെ ആൺ സുഹൃത്തിന്റെ മുറിയിലേക്ക് മകളെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. രക്ഷിതാക്കളുടെ വിവാഹമോചന കൗൺസിലിംഗിനിടെയാണ് വെളിപ്പെടുത്തൽ. അമ്മയ്ക്കും തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്തിനുമെതിരെ പോക്സോ കേസെടുത്തു. ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് 11 വയസ്സുകാരിയായ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ പീഡനം നടന്നതെന്നാണ് കുട്ടി പറയുന്നത്? ദേവിക, വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്ത നമ്മൾ കേട്ടത്. തിരുവനന്തപുരത്താണ് 11 വയസ്സുകാരിയെ അമ്മയുടെ ഒത്താശയോടുകൂടി സുഹൃത്ത് പീഡിപ്പിച്ചെന്ന് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. പീഡനം അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെയാണെന്നാണ് കുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. രക്ഷിതാക്കളുടെ വിവാഹമോചന കൗൺസിലിംഗിനിടെയാണ് കുട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. സംഭവത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം മഞ്ചൂർ പോലീസ് ആദ്യം കേസെടുത്തിരുന്നു. എന്നാൽ ഈ സംഭവം നടന്നത് പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് വഞ്ചിയൂർ സ്റ്റേഷനിൽ നിന്നും ഈ ഒരു കേസ് പോത്തങ്കോട് സ്റ്റേഷനിലേക്ക് കൈമാറുന്ന നടപടികളിലാണ് ഇപ്പോൾ പോലീസ് അധികൃതർ ഉള്ളത്. കുടുംബ കോടതിയിൽ രക്ഷിതാക്കളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗിനിടെയാണ് കുട്ടി ഇങ്ങനെ ഒരു പീഡന വിവരം വെളിപ്പെടുത്തുന്നത്. പീഡന വിവരം അമ്മയോട് കുട്ടിയെ നിർബന്ധിച്ച അമ്മ സുഹൃത്തിന്റെ മുറിയിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. അതിനുശേഷം കുട്ടി വന്ന അമ്മയോട് സുഹൃത്ത് മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ ഇത് ആരോടും പറയരുത്, നീ ഇത് അച്ഛനോടോ ആരോടും പറയാൻ നിൽക്കരുത് എന്ന് കുട്ടിയെ വിലക്കുകയാണ് ആ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് കുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഇയാളെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാറുണ്ടെന്നും ഇയാൾ വരുമ്പോഴെല്ലാം കുട്ടിയോട് മോശം രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതെന്നുമാണ് കുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വഞ്ചിയൂർ സ്റ്റേഷനിൽ നിന്ന് കേസ് പോത്തങ്കോട് സ്റ്റേഷനിലേക്ക് കൈമാറാനുള്ള നടപടികളിലാണ് പോലീസ് അധികൃതർ. കൈമാറിയ ശേഷം എന്താണ് സംഭവം നടന്നിട്ടുള്ളതെന്ന് വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒന്നാം പ്രതിയായി സുഹൃത്തിനെയും രണ്ടാം പ്രതിയായി അമ്മയെയുമാണ് കേസ് എടുത്തിരിക്കുന്നത്. ദേവിക, ശരി.